മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന വാചകവുമായി മൂന്നാം തവണയും മുന്നണിയുടെ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനത്തിലാണ് LDF പ്രവർത്തകർ. 100-ലേറെ സീറ്റുകൾ നേടി ഒരു ദശാബ്ദത്തിനു ശേഷം ഭരണത്തിൽ വരുന്നതിനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. മതിയായി, മാറ്റം തുടങ്ങാമെന്ന വാചകം മുന്നോട്ടുവെച്ച് സംസ്ഥാന നിയമസഭയിൽ സാന്നിധ്യമാകാൻ പരിശ്രമത്തിലാണ് BJPയും NDAയും. ഇതിനിടെ പാർട്ടികളും മുന്നണികളും മാറി സ്ഥാനാർത്ഥികളാകുന്നവരുടെ വിസ്മയവും ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപായി സംസ്ഥാനത്ത് തകൃതിയിൽ നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. ഈ സമയം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. സംസ്ഥാനത്ത് തന്നെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഒരു കാലത്ത് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ മണ്ഡലം ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ മുൻ DGP R ശ്രീലേഖയെ തന്നെ രംഗത്തിറക്കാൻ BJP ഉറപ്പിച്ചതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. മണ്ഡലം നിലനിർത്താൻ LDF സ്ഥാനാർത്ഥിയായി VK പ്രശാന്ത് MLAയും തിരിച്ചുപിടിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനും കൂടി എത്തുന്നതോടെ മത്സരം കടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP രണ്ടു മുന്നണികൾക്കും മുൻപേ കളത്തിലിറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ഡലത്തിൽ വിപുലമായ പഠനം നടത്തിയെന്നും BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2497 വോട്ടിന്റെ ഭൂരിപക്ഷം NDAയ്ക്ക് ലഭിച്ചിരുന്നു. മേയറും MLAയുമായി 10 വർഷത്തിലധികമായ ബന്ധമാണ് VK പ്രശാന്തിന് മണ്ഡലത്തിലുള്ളത്. പഴയ തിരുവനന്തപുരം നോർത്ത് വട്ടിയൂർക്കാവ് എന്ന് പേര് മാറ്റിയ ശേഷം 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ തുടർച്ചയായി 2 തവണ MLA ആയിരുന്നു K മുരളീധരന് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലുകൾ വേണ്ട. 1,63,063 വോട്ടർമാരാണ് ഇത്തവണ വട്ടിയൂർക്കാവിലുള്ളത്. ഇതിൽ 77,550 പുരുഷന്മാരും 85,510 സ്ത്രീകളുമാണ്. കഴിഞ്ഞ തവണ 2,08,543 വോട്ടാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇതിൽ 1,37,636 വോട്ട് പോൾ ചെയ്യപ്പെട്ടു. ഈ വർഷം SIR പ്രക്രിയ കഴിഞ്ഞതോടെ മണ്ഡലത്തിൽ 40,000-ലധികം വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. ഈ വോട്ട് ചോർച്ച ആരെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശത്തിലും വട്ടിയൂർക്കാവിൽ 1-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2,497 വോട്ടിന്റെ ഭൂരിപക്ഷം NDAയ്ക്ക് ലഭിച്ചിരുന്നു. 2011 മണ്ഡലം രൂപവൽക്കരിക്കപ്പെട്ടതു മുതൽ കോൺഗ്രസിന്റെ ഷുവർ സീറ്റായിരുന്ന വട്ടിയൂർക്കാവിൽ 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടത്തേക്കു ചാഞ്ഞത്. 2011 K മുരളീധരൻ 16,167 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തി. 2016 തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 7,622 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത്. CPM സ്ഥാനാർത്ഥി TN സീമ 3-ാം സ്ഥാനത്തായി. എന്നാൽ 2019 K മുരളീധരൻ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 14,465 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മോഹൻകുമാറിനെ വീഴ്ത്തി മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ S നായരാണ് കോൺഗ്രസ് മത്സരരംഗത്ത് എത്തിച്ചത്. BJPക്കായി VV രാജേഷും എത്തി. 2019 14,465 എന്ന ഭൂരിപക്ഷം 21,515 എത്തിക്കാൻ VK പ്രശാന്തിന് സാധിച്ചു. 44.40% വോട്ടുകൾ LDFനായി പ്രശാന്ത് സ്വന്തമാക്കിയപ്പോൾ 28.77% വോട്ടുകളാണ് VV രാജേഷ് നേടിയത്. 25.76% വോട്ടുകളുമായി കോൺഗ്രസിന്റെ വീണ നായർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2011 11.98% വോട്ടുകളിൽ നിന്നാണ് 28.77% BJP എത്തിയത്. പക്ഷേ 2024 ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളെയും കടത്തിവെട്ടി BJP 1-ാമതെത്തി. ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ നായർ സമുദായമാണ് എണ്ണത്തിൽ മുന്നിൽ. ഈഴവ ദളിത് ഭാഗങ്ങൾക്കും സ്വാധീനമുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം ഭാഗങ്ങൾ 25%-ത്തോളമുണ്ട്. തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ് വട്ടിയൂർക്കാവായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.